ഹലോ നമസ്കാരം, വിജയാണ്. ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് ഒരു ഇൻഫർമേഷൻ വീഡിയോയുമായാണ് എത്തുന്നത്. മനുഷ്യ ശരീരത്തിലെ ആന്തരിക അവയവങ്ങൾ തുന്നിച്ചേർക്കാൻ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയലിനെ കുറിച്ചാണ്. വീഡിയോ ഇഷ്ടമായാൽ സബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ നെയിം ഔട്ട്ഡോർ R6O. ഇതാണ് നമ്മുടെ ബാധുക. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളുടെ കൂടുതൽ വിശേഷം നമുക്ക് ബാധുക്കടുത്ത് തന്നെ ചോദിക്കാം. ബാധുക, ഇത് വന്നിട്ട് എന്ത് സംഭവത്തിൽ നിന്നാണ് ഈ സാധനം ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊന്ന് പറയാം. ഈ മെഡിസിൻ്റെ അതായത് ഈ തുന്നി കെട്ടാൻ ഉപയോഗിക്കണം. അത് ഈ മൃഗത്തിൻ്റെ ഈ വൈൻ കാലിൽ വെയിൻ വരുന്ന ആ വെയിനിനെ നമ്മൾ പതുക്കെ അതിൽ നിന്ന് ഫസ്റ്റ് വേർതിരിച്ചെടുത്തിട്ട് ഇതിനെ ഉണക്കണം. ഉണക്കി അതിനെ ശുദ്ധീകരിച്ച് അതിൽ നിന്ന് നൂലുകൾ തിരിച്ചാണ് ഈ ആന്തരിക അവയവങ്ങളെ തുന്നലിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിനെ മൃഗങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ പശു, കാള, പോത്ത്. ഓക്കെ. ഈ വെയിനെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മനുഷ്യ ശരീരത്തിലും ഉള്ളതാണ്. ഈ കാല് കൈകളിൽ മാത്രം ഇങ്ങനെ കൂടുതൽ കുഴിഞ്ഞരമ്പ് എന്നൊക്കെ പറയുന്ന സംഭവം. ഓക്കെ ഓക്കെ. അപ്പോൾ ഇത് ഇവിടെ ഇത്രയും സംഭവങ്ങൾ ചെയ്യുള്ളൂ. ബാക്കി ഇതിന്റെ പ്രോസസ്സ് നടക്കുന്നത് എവിടെയാണ്? അത് ബാംഗ്ലൂരാണ് ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ. ഇവിടെ ഇതിനെ എടുത്ത് അതിനെ ഉണക്ക സാധനം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആ ഉണക്കുന്ന സാധനം നേരെ ഇവിടെ നിന്ന് പാക്ക് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ നമുക്ക് അതൊന്ന് കാണിച്ചു കൊടുക്കാം. എന്താ സംഭവം? ഇതാണ് ഇതിൻ്റെ വെയിൻ. ഇതാണ് സാധാരണ ഒരു വെയിൻ. ഇതിനെ അവസാനം ഉണക്കിയെടുത്താണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഉണക്ക കൂടെ കാണിച്ചു. ഇതിൻ്റെ ഉണക്ക ഇതാണ് ഈ വരുന്ന വെയിൻ. അപ്പോൾ ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഉണക്കായിട്ട് വരുന്ന സാധനങ്ങൾ. ഇന്നത്തെ സാധനമാണ് ഈ ഒട്ടിച്ചത്. ഓക്കെ, ഒട്ടിച്ച് വെച്ചേക്കുന്നത് ഇന്നത്തെ സാധനങ്ങളാണ്. ഇന്ന് കട്ടിയെടുത്ത വെയിനുകളാണ് ഈ ഒട്ടിച്ച് വെച്ചേക്കുന്നത് മൊത്തം കാണുന്നത്. ബാക്കിയുള്ള ഈ ചെവൽ വെച്ചാണ് ഈ സംഭവം ഉണക്കിയെടുക്കുന്നത്. ഇതിൻ്റെ കളർ തന്നെ നോക്കി ചേട്ടാ, ഇതിൽ നോക്കി. ഇതിൻ്റെ ഉണക്കിയെടുത്ത പീസാണ്. ഇതിൻ്റെ കളർ തന്നെ ഒരു വെറൈറ്റി കളറാണ്. ഒരു യെല്ലോ ഗോൾഡൊക്കെ മിക്സ് ആയിട്ടൊരു കളറാണ്. അതെ, സ്വർണ്ണ കളർ. ബാധുക്കയുടെ ഭാഷ പറഞ്ഞാൽ സ്വർണ്ണ കളറാണ് ഇതിൻ്റെ. ഇത് ചേട്ടാ, ഇതിൻ്റെ പഴക്കങ്ങളൊന്നും പറയാം. ഇതെങ്ങനെയാണ്? ഇത് ഇപ്പോൾ 4 ദിവസമായതാണ്. അതിൻ്റെ തൊട്ട് താഴ്ഭാഗത്തുള്ളത് 2 ദിവസം. 4, 3. ഇത് ഇന്നലെയുള്ളത്, ഇത് ഇന്നുള്ളത്. ഇത് ഇത്രയല്ല, ഇന്നും കൂടുതൽ വരുന്നുണ്ട്. വേറെ സാധനങ്ങൾ വരാനുണ്ട്. വരണനുസരിച്ച് അങ്ങോട്ട്. ഒരു ദിവസം എത്ര ലോഡ് വരും? ഒരു ദിവസം വന്നു കഴിഞ്ഞാൽ ഇതൊരു 4-5 കിലോ ഇവിടെ വരത്തുള്ളൂ. ഓക്കെ, അത് പച്ച 4-5 കിലോയാണ് വരുന്നത്. ഞായറാഴ്ച ദിവസങ്ങളിൽ, വിശേഷ ദിവസങ്ങളിൽ വരുമ്പോൾ കൂടുതൽ വരും. ഓക്കെ ഓക്കെ. ഇത് ഇപ്പം എടുക്കാൻ പരുവായിട്ടുള്ള ഈ താഴെയുള്ള ഇതെല്ലാം ഉണങ്ങിയിരിക്കും. എത്ര ദിവസം കൊണ്ട് കഴിയുമ്പോഴാണ് എടുക്കുന്നത്? 3 ദിവസം കൊണ്ട്. 3 ദിവസം കൊണ്ടാണ് ഇത് എടുക്കുന്നത്. ചേട്ടാ, ഇപ്പം ഇതിൻ്റെ ഉപയോഗം കൂടെ ഒന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് ലെതർ ബാഗുകൾ, ചെരുപ്പുകൾ. ഇതാണ് മറ്റേ പോത്തിൻ്റെ എന്ന് പറയുന്നത് കറുത്ത ഷൂ ഉണ്ടാക്കുന്നത്. പിന്നെ ലോക്കൽ ഐറ്റം ടാർ വാഷർ വരെ അതിൽ ലാസ്റ്റ് ഗ്രേഡ് ഉണ്ടായി. അത് കമ്പിളി, തണുപ്പ് കൂടിയ സ്ഥലം ആടിൻ്റെ, അത് ഈ കമ്പിളിയായിട്ട് ഉപയോഗിക്കും. ഈ തണുപ്പ് കൂടിയ രാജ്യങ്ങളിൽ കമ്പിളി. ഇതിനകത്ത് ഇപ്പോൾ ഏതൊക്കെ വരുന്നുണ്ട്? ഏതൊക്കെ മൃഗങ്ങൾ വരുന്നുണ്ട് ഇതിൽ? പോത്തും കാളയും. ഇതിലുള്ളത് ഉണക്കിയിട്ടേക്കുന്നതൊക്കെ അത് വൈൻ. അത് ഇനിയിപ്പം ഇപ്പോൾ ഒരു 2-3 ദിവസമായി പോയിട്ട് ഇനി അടുത്ത് അതുപോലെ ഒരു 10-60 കിലോ ആകുമ്പോൾ ഇല്ലെന്ന് പറയുന്നത്. ഇതിൻ്റെ ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഈ മെഡിസിൻ്റെ ഗുളികകൾ ഉണ്ടാക്കുന്ന പൗഡറാക്കി ഇതിനെ ഉണക്കിയതിന് ശേഷം ശുദ്ധീകരിച്ച് പൗഡറാക്കി എടുക്കും. അതിലും കെമിക്കൽ ചേരുന്നതാണ് ഗുളികകളായിട്ട് വേർതിരിച്ച്. പിന്നെ ഇതിൻ്റെ വേറൊരു ഭാഗമുണ്ട്. ഈ കൊഴുപ്പെന്ന് പറയുന്നത് നമുക്ക് സോപ്പുകളിൽ എന്ന് പറയാൻ ബാത്തല്ല, വാഷിംഗ് സോപ്പുകളിൽ ഉപയോഗിക്കുന്ന ഇതാണ്. അപ്പോൾ ഒന്നും കളയാനായിട്ടില്ല. എല്ലാം പല രീതിയിൽ ഇതിന് ഉപയോഗങ്ങളുള്ള. അല്ലാതെ ഇതിലൊന്നും കളയത്തക്കത് വേറെ ഒന്നും വേസ്റ്റാക്കി കളയാനും ഒന്നുമില്ല. ഇറച്ചി കഴിഞ്ഞാൽ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം ഇങ്ങനെ ഓരോ ആവശ്യങ്ങൾക്കായിട്ട് തരം തിരിച്ചെടുക്കാനും.